പേടിയാടാ. ഒന്നാ പാപം തിന്നാ തീരുന്നല്ലോ ഇപ്പൊ തീർക്കുന്നൊക്കെ. ഞാൻ ഉണ്ടാക്കിയാ മതി. പയറും കൂമ്പും പെരും മത്തിന്റെ പഞ്ഞി പൊരിച്ചതും കഞ്ഞിയും. ഓ ഇതെന്താ ബക്കറ്റിലിട്ട? മരിച്ചോ? മരിച്ചില്ല. ഓ ഗോഡ്. ആ ചെമ്പിലിട്ട മറ്റേ ഇക്കാലുദ്ദീനെ ഇത് വെച്ചിട്ട് അതിന് മുകളിൽ വെയിറ്റ് വെച്ചാലോ? ആ മൂടിയിട്ടൊരു വെയിറ്റ് വെക്കാം നമുക്ക്. ഇക്കാലെന്തോ ഫോണില് അമ്മേ മക്കളെ ഞങ്ങളോട് ക്ഷമിക്കുക. സോറി. വാ തന്നാലും മരിക്കൂലല്ലേ? സിനിമ നടിയല്ലേ? അതേടാ അതേടാ ഞാൻ തന്നെ. കണ്ടിട്ടുണ്ടോ? അറിയാവോ? അറിയാമോ? ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? നമ്മള് കടിച്ചു കഴിഞ്ഞാല് കാല് പിടിക്കണം. കാല് വീണ്ടും വരില്ലോ ഇതിന്. ഓ ഈ വലിയ കാലോ? ഇതിപ്പോ പോയി കഴിഞ്ഞാൽ ഇതിന് ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ കാല് ജനിച്ച് വരും. 2 കൊല്ലത്തിനും വരും കാല് വീണ്ടും. അപ്പൊ ഇത് എന്ത് ചെയ്യും? അതിന് തടിയെ കൊണ്ട് എടുക്കും. ഇത് നമ്മളെ കൈമേൽ അവിടെ കിടക്കും. ഇതിനെ ഊരിയ കാലിനെ പിടിച്ച് തുറക്കണമെങ്കിൽ അതിന്റെ കാലിനെ പിടിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് അതാക്കാം. നാളത്തേക്കൊന്നും വെക്കണ്ട, നല്ല പരിപാടി വെക്കാം. അല്ല ഇത് പിന്നെ വെച്ച് കഴിഞ്ഞാല് വെക്കാം. കുഴപ്പമില്ല. അതൊന്നും പോരട്ടോ. ഡമ്പലുണ്ട് വെക്കണോ? ഷുവറാണോ? അത് ഇളക്കിയാലേ ഇളകുള്ളൂ. ഇതിപ്പല്ലേ സബ്സ്ക്രൈബ് ഇങ്ങനെ നിൽക്കുമ്പോ ഉറങ്ങും. സൈലന്റ്. നമ്മളെ അതിനെ തട്ടാൻ തുടങ്ങിയ എക്സസൈസ്. രണ്ടും 1 3 1 2 ദമ്മിട്ട് നിണ്ടിനെ ദമ്മിട്ട് നമുക്ക് എപ്പോഴുണ്ടാക്കുന്നത്? വെരി സൂൺ. ഇപ്പൊ തന്നെ കൊന്നേലും തിന്നു. കൊന്നാ പാപം തിന്നാ തീരുന്നല്ലോ ഇപ്പൊ തീർക്കുന്നൊക്കെ. അഭിനയിക്കില്ല എന്നൊക്കെ ചെന്ന് ഒറ്റൊന്ന് കുത്തൂല. ഓൺലി ആക്ഷൻ. ആക്ഷനുള്ളു നിക്കാലേ. ഞങ്ങളെ വിശ്വസിക്കും മോനെ. വാ കഴിഞ്ഞ് തീർന്ന്. യു ആർ ഡെഡ്. എവിടുന്നോ കിട്ടി. ഇന്ന് കുക്കിങ്ങും പ്ലസ് നമ്മൾ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ നന്നാക്കുന്നതും ഉപ്പേരിക്കുള്ള വാഴത്തട്ട വറക്കണതൊക്കെയാണ് കേട്ടോ. അപ്പൊ ചിലപ്പോ ഇച്ചിരി ലോങ് ആവാൻ ചാൻസ് ഉണ്ട് വീഡിയോ. എന്നാലും നമുക്ക് ചെയ്യാം. ഇതൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാം. വഴുക്കലുണ്ടല്ലേ? നോക്ക് നീ നോക്കിപ്പോ. എവിടെയാ മനസ്സിലായോ? ഇവിടെ ഈ അടുക്കളന്റെ ബാക്കിലാണോ? ഇവിടെ മൊത്തം ഗ്രില്ലാത്. ഈ പൊടി തട്ടേന്റെ ഒക്കെ അടുത്താണോ? വീഡിയോ കോൾ ചെയ്ത് കിട്ടി
ചേച്ചി എന്താടാ ഈസി തോട്ടി ഇതൊക്കെ വാ. അപ്പൊ ഞങ്ങൾ പോയി വാഴത്തട്ട പറിക്കട്ടെ. വാഴത്തട്ട എന്നാ ഞങ്ങൾ പറയാ, വാഴക്കൂമ്പ് എന്തൊക്കെയോ കാണിച്ചത് എന്താ സാധനം. അപ്പം വെൽക്കം ബാക്ക് ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. അല്ല 32 വയസ്സ് 26 വയസ്സിന്റെ ടീമല്ലേ? ചീത്ത പറയല്ലേ? കൊളത്താവുമ്പോ ഇതാണ് ഞാൻ പറഞ്ഞ വാഴത്തട്ട. എന്തെങ്കിലും ഉണ്ടാവൂലേ വലി അത് വേണടാ എന്തെങ്കിലും പറിക്കുക. ഒരു മിനിറ്റ് ശരി. 32 വയസ്സായ ഞാനും 26 വയസ്സായ നിക്കാലും വിചാരിച്ചിട്ട് അത് നടന്നില്ല. നമ്മൾ ഈ കൊക്കേന്റെ മുകളിൽ കത്തി കെട്ടണം. അപ്പൊ ഞങ്ങൾ കത്തി കെട്ടാൻ പോവാണ്. നിക്കാല് പറഞ്ഞതേ ഞങ്ങൾക്ക് ഇത്ര പ്രായമൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞത് ചെയ്തു. പക്ഷെ പാളിപ്പോയി. നമുക്ക് എന്നാലും അത് കെട്ടിയിട്ട് വരാം കേട്ടോ. ഓട്ട കണ്ടുപിടിക്കാൻ ഓട്ടം ഉണ്ടായിരുന്നല്ലോ. ചേച്ചി പറിച്ചോ, നമുക്ക് കണ്ടന്റ് ആവും. ഞാൻ വീഡിയോ എടുത്തുതരാം. ഓ മോൻ പറിച്ചാലും എന്റെ കയ്യിലേക്കുള്ള കണ്ടന്റ് അല്ലടാ. പേടിയുണ്ട് ഇനിയിപ്പൊ പറിച്ചിട്ട് വീണില്ലെങ്കിലും നിക്കാൽ പേടിയായി. സെൽഫ് ഡൗട്ട്. അല്ല പെർഫെക്റ്റില് വന്നോട്ടെ. ഡൗട്ട് ഉണ്ടായിട്ടില്ല. ഇതെന്താക്കാണ്? ഇത് കൊക്ക കെട്ട തൊട്ടി കെട്ടി പരിചയമുണ്ടോ? എന്റെ പരിചയാവില്ല. വീട്ടിലെ അച്ഛനും അമ്മയും കെട്ടിത്തരും. ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ കെട്ടണം. ടൈറ്റാവും. ഇത് കഴിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ നിൽക്കാൻ. ശരിക്കും മറ്റേ ഇത് വേണം. ഇത് നമ്മൾ ഉന്നം വെക്കുന്ന ആരെയാണ്? കുറച്ച് യെസ് 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 യെസ്. വാ വാ. My God. Come on. ചേച്ചി നോക്കിയതപ്പോ ചീത്ത അറിയത്. വേണ്ടാത്ത സാധനം പോയി. ഞാൻ ഉണ്ടാക്കിയാ മതി. കറ ലെറ്റ്സ് ഗോ. താഴ്ത്തി കാട്ടണ്ടേ? എനിക്ക് പണ്ടൊരു കടി കിട്ടിയതാണ്. കിട്ടിണ്ടോ? നല്ല കടച്ചില്ല മോനെ. ഓഫ് തൊട്ടൊക്കെ മോനെ വിളിച്ചു നോക്ക്. ഇതിൽ എല്ലാത്തിനും ജീവൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നിനങ്ങെടുത്തോ. കാലൊക്കെ കിട്ടിയതല്ലേ. ഇത് ആരാ വൃത്തിയാക്കാൻ പോകുന്ന? ചേച്ചി ഈ ക്രൂരത കാണിക്കുന്ന കൊന്നാരെയും തരണം. ഞാൻ മുറിക്കും ഉണ്ടാക്കൊക്കെ ഞാൻ ചെയ്തോളും. എന്തായാലും ഇന്ന് ഇതാക്കണില്ലല്ലോ. അല്ല ഇന്നാക്കിയില്ലെങ്കിൽ പിന്നെ നന്നാവില്ലടാ. ഇതിന്റെ കാമ്പൊക്കെ പോയിപ്പോ വെച്ച് വെക്കുമ്പോ. കടി കിട്ടിയ മതി 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 മതി. അതിന്റെ കാല് മുറിച്ചിട്ടുണ്ടോ? 2 ആഴ്ച കഴിയുമ്പോ കാലുണ്ടാവും. ഉണ്ടാവുമല്ലോ വീണ്ടും. ആണ്. നമുക്ക് നല്ല തൊള്ളഭാഗ്യാന്നാ മൂപ്പര് പറയണേ. എന്താ കൊല്ലാനുള്ള മന്ത്രാണോ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ മറ്റേതാണെന്ന്. ഇത് ഓന്റെ ഒരു മന്ത്രം എന്റെ അടുത്ത് എത്തൂല. മത്തിയുടെ പണിയാണ്. ഞങ്ങളുടെ ഫ്രണ്ട് മനോജ് ബ്രോ ഞങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടു തന്നതാണ്. എവിടെന്നാ? മാർക്കറ്റിൽ പോയിട്ട്. അതല്ലേ ഇതൊന്ന് സൈസാക്കിയാ എനിക്ക് തൊടയിലേക്ക് നടക്കുകയാണ്. അത് ആ പാത്രം കാലില്ല. അറ്റു പോടാ. അറ്റു പോലും എത്ര നേരം കൊണ്ട് കളിച്ച് അങ്ങനെ പിടിച്ചില്ല. അങ്ങനെ പിടിക്കൂല. അത് പിടിക്കുമോ? പിടിക്ക്. പേടിയാടാ. വേറെ ചാടുന്നതിന് പകരം അതിന്റെ മോള് വെക്ക ഡമ്പല് വെക്ക്.
കൈ കുത്തു പേടിയില്ല. എന്റെ ദൈവമേ, നല്ല കോളായിട്ട് നിങ്ങൾ. ഇത് മറ്റേ അടിച്ചു വരുന്ന കൂട്ടി എന്തിലും ദീപം 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 ദീപം. അതിലൊന്ന് വെക്ക്, ഒന്ന് എടുത്തു കൊടുക്ക്. മറ്റേത് ഏത് അതിനടുത്ത് കൊടുക്കാൻ അല്ല, ഡമ്പല് ഡമ്പിള് കൊടുത്തരാം. ഡമ്പിള് വെക്കാൻ ഇട്ടായില്ലേ? കിട്ടോ കിട്ടോ? അതേപോലെ ഓക്കെ, മറ്റേ പിടി. കുറച്ച് വലിയ എന്നാ ഒരു കാര്യം, എന്നാ ദോശ ചട്ടിയിലേക്ക് എടുക്ക്. ഇതിലേക്കെട്. തൂക്കി പിടിച്ചു തന്നെ ഹിന്ദി പറഞ്ഞത് തൂക്കി പുതിയല്ലേ. സന്തോഷം പറഞ്ഞു. നിന്റെ എന്റർടൈൻമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? പാതി ജീവൻ പോയി. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഉള്ള പോലെ. ഇതിനെ ആരാ വശത്താക്കുന്ന ചേച്ചിയാടാ അതിനൊന്ന് കൊല്ലണം എനിക്ക്. അതാണ് എനിക്ക് തോന്നുന്നു ആ ഐസ് വെള്ളയിലിട്ട ഞമ്മണ്ടി. ഇല്ലല്ല, അതുകൊണ്ട് മരിക്കൂല എന്നാണ് സുബ്രത ചേച്ചി പറഞ്ഞത്. ഇതിനെ ഫ്രീസറിൽ വെക്കണം. എന്നാ വേഗം ഫ്രീസറിൽ നമുക്ക് വെക്കാം. എന്നിട്ടുണ്ടല്ലോ വൈകുന്നേരത്തേക്ക് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. എന്നാ വൈകുന്നേരം പിന്നെ നന്നാക്കി മുറിച്ചതാക്കാൻ നിൽക്കാം. എന്നപ്പോ ഫ്രീസറിൽ വെച്ച് കൊല്ലാം. അപ്പത്തേക്കും ഇതൊക്കെ മതി. എങ്ങനെ ഫ്രീസറിൽ വെക്കൂ? ആ വെള്ളം എത്ര തോനുണ്ടോ? 2 പാത്രത്തിലായിട്ട് വെക്കേണ്ടി വരും. വെള്ളം എടുത്തിട്ട് ആ പാത്രത്തിൽ ഞാൻ ചെയ്യാം. അതിനിക്കാൽ ചെയ്യോ? പേരാണ് ചേച്ചി ഹെൽപ്പ് ചെയ്യാം. 2 പാത്രം കിട്ടിയാ നിമ്പക്ക്. അല്ല, നമ്മൾ ധൈര്യശാലികളല്ലേ. അതെ, കണ്ടു. ഇപ്പൊ ഞാൻ അപ്പുറത്തെ പറമ്പിട്ടാ നോക്കിയത്. ഇതായത് നല്ല തണുത്ത് ചില്ലായിട്ട് കുളുമണാലിലാണ് വിചാരിച്ച് മരിച്ചു. തണുത്ത് മരിച്ചെന്ന് വിചാരിച്ചത് നമ്മൾ കൊന്നതാണ് ഒരിക്കലും അറിയാൻ പാടില്ല. ഓരോരുത്തർ എടുത്തെടുത്ത് അങ്ങനെ വേണം. നീ തന്നെ കൊന്ന് തിന്നണം. ഭയങ്കര മോനെ അടയ്ക്കണം. അപ്പൊ അടക്കേണ്ടി വരും തോന്നുന്നു. ഇതാണ് തൂങ്ങി ചാവാൻ ശ്രമിച്ചാൽ അതിന് നിന്റെ ഇതിനാവാൻ നിന്ന് തരില്ല. അത് അതിന് മുന്നേ ഇതാണ് എന്റെ ട്രിക്ക്. ഇവരെ കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുക, അപ്പൊ അത് ഇറക്കി പിടിക്കും. പുറത്തേക്കും വരും ഇറക്കി പിടിച്ചാല്. ഇത് കാലം മാത്രമേ ഉള്ളൂ. കാല് വളർന്നു വരും കേട്ടോ ഞണ്ടിന്. എണ്ണ ഉണ്ട്. ഇതാണ് കൂട്ടത്തിലെ കൊമ്പൻ. കൊമ്പന് കാലും ഇല്ല, കല്ലും ഇല്ല. കൊമ്പ പുറത്ത് ചാടി. നിന്റെ അയ്യോ അമ്മേ, നിങ്ങളെ പാടായി. ചേച്ചി ഒരു വൈകില്ലല്ലോ. എന്നിട്ട് റീൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ. കുത്തിയിടല്ല അങ്ങനെ, കണ്ണൊക്കെ കുത്തിപ്പോവും. മൊത്തത്തിൽ കൊല്ലാൻ കൊണ്ടുപോകുമ്പോ അവൾ കണ്ണ് നോക്കുന്നില്ല. നിക്കാതെ ക്രിമിനൽ ആ കൂടെ ഇറങ്ങി നോക്കട്ടെ കണ്ണ്. എനിക്ക് അങ്ങനത്തെ ഇതിലേക്ക് മാത്രം മതി. ഇല്ലല്ല, അതിലേക്ക് മാത്രം. ഇതൊന്നും സോണിന്ന് ഇളക്കി കൊണ്ടുവന്നാണ്. ഇതേതോ ദാരിദ്ര്യം പിടിച്ചത്. വീണ്ടും ഇഡ്ഡലി ചെമ്പ്. 2 ഇഡ്ഡലി ചെമ്പ്. വെറൈറ്റി ഇഡ്ഡലി ആക്കിയിട്ടാണ് കൊല്ലുന്നത്. മറ്റേ ഇഡ്ഡലി സൈക്കോ എന്നിട്ടും പേര് വരും എനിക്ക്. ഇതല്ല പേരെന്താ? ഇഡ്ഡലി സൈക്കോ. ഇഡ്ഡലി സൈക്കോ. കൈ കൊണ്ടൊക്കെ ഭയങ്കരം തന്നെ. ചേച്ചി ശ്രദ്ധിച്ചോ? ഇന്നലെ ഞാൻ മോനെ മനോജ് ബ്രോന് ഒരു പേടി ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുവരാൻ മാത്രല്ല, ഇത് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകാനും എനിക്കറിയാം. അടങ്ങടാ. ഇനി അതിന് കൂടെ തട്ടിയാൽ മതിയോ? തട്ടിയാ മൊത്തം താഴെ പോയാലുള്ള ഒരു അവസ്ഥ അഞ്ചു നിന്റെ കാലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതാടാ അതിനെ പിടിക്കാതെ അതടക്കി.
ആണയിട്ടാൽ അത് നടന്നു വിട്ടാ അതിലിട്ടോ ഏതായാലും നിറയ്ക്കല്ലേ, ഇത് റേഷനരിയുടെ ചോറല്ല. ഇത് നരസിംഹത്തിനില്ലേ, ഇത് കടി കിട്ടുന്ന സിംഹ. നരസിംഹം എനിക്കല്ല പേടിയുണ്ട്. ഒറ്റ കേൾക്കുമ്പോ പേടിയാവുന്നത്. ഓ, ഞാൻ വാതിലടച്ചിട്ട് കിടക്കും. ഞെക്കില്ല, ഞെക്കിയാലും പ്രശ്നമല്ല. ഒരു കാലിന് പിടിച്ചോ? നിർത്തോ. അല്ല കൊല്ലുണ്ട് ഞാൻ. കാലൂതി കൈ നമ്മൾ വിചാരിക്കുന്നതല്ല, ഞാൻ എപ്പോഴും പറയില്ലേ. എടുക്കട്ടെ, അത് പിടിച്ചു. അങ്ങനെയൊക്കെ മറ്റൊന്നത് ഇവിടെ കര പിടിച്ചിട്ടുണ്ടോ? കലുദീനെ പ്ലീസ് ഇവിടെ കൊണ്ടുപോ. എടാ ഇപ്പൊ ഇവനെ പിടി, ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്. പിടി അവനെ. ബ്ലോക്ക് ചെയ്തതാ. കാര്യം പിടിച്ചിട്ട് കാര്യം കൂടി ഇല്ല. ഇത് കാലല്ല, തല ഞാൻ പിടിച്ചിടുന്നത്. കാലിന്റെ പോലെ കുത്തിയേ ഇവനെയല്ല, ഇവന്റെ അപ്പൂപ്പനെ പിടിക്കുന്നത്. കൂട്ടു എടുത്തോ. ആ കാലൊന്നും വേണ്ട. എന്തെന്നൊക്കെ പറഞ്ഞ അങ്ങനെ കിട്ടും സാധനമല്ല. ധ്യാനം. എനിക്ക് കൊത്തി അറിയുന്നുള്ള ആരെങ്കിലും സേഫാണ്. പോലീസ് ഒന്നുമില്ല. ഇനി ഇവര് വയറ്റിലെത്തുന്നാലേ എനിക്കൊരു ഇതായിരിക്കും കേട്ടോ. ഇങ്ങനെ മറ്റേ പ്രതികാരദാഹിയായ ഞാനിങ്ങനെ അതിന്റെ രക്തം കുടിക്കാനും അതിനെ ഓരോ കാല് പറിച്ചു തിന്നാനോ. അതെ. ഓണാക്കിട്ടുണ്ടായിട്ടില്ല. നിങ്ങൾ തുടക്കാരി കൊപ്പം കൊത്ത് കൊത്തിയരി. രണ്ടിനെ പറിച്ചിരുന്ന് ഞാനും ഇതിനെ ഉണ്ടാവൂലേ. അത് ചെറുപയറല്ലേ, കുറച്ചൊന്നോട് അതല്ല. ഉമ്മാന്റെ ജ്യൂസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് ഒരു ജ്യൂസ് തരാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നീ അടിപൊളി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നീ എന്റെ 2 വാക്കിൽ നീ തളർന്നു പോയി. അവിടെയാണ് നീ തോറ്റു പോകുന്നത്. മഞ്ജു കുക്കിങ്ങിന് ഒരു എനർജി ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഇതാ നമ്മുടെ പഞ്ഞി, എന്താ പറയാ, മുട്ട റെഡിയായി. ഇതൊരു സെറ്റ് റെഡിയായി, ഒരു സെറ്റ് കൂടെ റെഡി ആവാനുണ്ട്. വാഴത്തട്ടയും ചെറുപയറും ഉപ്പേരി റെഡിയായി. കഞ്ഞി അടുപ്പത്താണ്. അപ്പൊ ആനന്ദവേളകൾ, വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ബൂസ്റ്റ്. ബൂസ്റ്റുകാരുടെ പരസ്യം പോ, അങ്ങോട്ട് പ്രകൃതിയിലേക്ക് നോക്കി കുടിച്ചോളൂ. ഇത് മഴ വരുന്നുണ്ട്, പോകുന്നുണ്ട്. പാലുണ്ടായിരുന്നു, പാൽപ്പൊടി.
നോക്കിയിട്ടില്ലേ? അത്ര മതി. പറ്റിച്ചാണ് എന്നെ. അല്ല, അടിയിലേക്ക് വരുമ്പം ഉയരം കുറയും തോറും മുഴുത്തിന്റെ മധുരം കൂടും. ഞണ്ട് ഞങ്ങളിപ്പോ ഉണ്ടാക്കുന്നില്ല, അത് ഡിന്നറിലേക്ക് മാറ്റി. ഇപ്പം ഇതൊക്കെ തന്നെയുള്ളൂ, ലഘുവായ ഭക്ഷണം. രാത്രി നമുക്ക് അടിപൊളിയാക്കാം. ആൾക്കാരെ ഞണ്ടിനെ കൊല്ലാൻ വെച്ചാന്ന് പറയുന്നത്. ഞണ്ടിനെ തണുപ്പിച്ച് ഫ്രീസ് ചെയ്ത് ഫ്രോസൺ ആക്കി കൊല്ലാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പൊ നമുക്ക് രാത്രി എടുക്കാം കേട്ടോ, കാണിച്ചു തരാം. പയറും കൂമ്പും പെരും മത്തിന്റെ പഞ്ഞി പൊരിച്ചതും കഞ്ഞിയും. പല്ലുമുറിയെ കഴിച്ചോളും. നല്ല ഉപ്പേരി അല്ലേ?